Hi students. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിപ്പാർട്ട്മെന്റ്സിനെ കുറിച്ച് പഠിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നെഫ്രോളജി വരെയാണ് പറഞ്ഞു നിർത്തിയത്. ഇനി നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ന്യൂക്ലിയർ മെഡിസിൻസിനെ കുറിച്ചാണ്. അപ്പോൾ എന്താണ് ന്യൂക്ലിയർ മെഡിസിൻസ് എന്നത് നമുക്ക് നോക്കാം. ന്യൂക്ലിയർ മെഡിസിൻസ് is a branch of medical imaging that uses small amounts of radioactive material to diagnose and determine the severity of or treat a variety of diseases including many types of cancers, heart disease, gastrointestinal, endocrine, neurological disorders and other abnormalities within the body. Nuclear medicine procedures are used in diagnosing and treating certain illness, and these procedures use radioactive materials called radiopharmaceuticals, and examples of diseases treated with nuclear medicine procedures are hyperthyroidism, thyroid cancer, immunism and bone pain from some type of cancer. ന്യൂക്ലിയർ മെഡിസിൻ എന്ന് പറയുന്നത് ഒരു മെഡിക്കൽ ഇമേജിംഗ് ആണ്. അതെന്ന് പറയുന്നത് ഒരു റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ ആണ്. നമ്മുടെ ക്യാൻസർ, നമ്മുടെ ഹാർട്ടിന് എന്തെങ്കിലും ഡിസീസസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ ചെക്ക് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് എന്ന് പറയുന്നത് ന്യൂക്ലിയർ മെഡിസിൻ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ദിസ് ഡിപ്പാർട്ട്മെന്റ് ഇൻവെസ്റ്റിഗേറ്റ് ആൻഡ് ട്രീറ്റ്സ് all kinds of cancer and provides a wide range of chemotherapy treatments and radiotherapy treatment for cancers, tumors and blood disorders. The department is usually linked to all other departments as referral can be made when one department cannot diagnose the patient's problem. Doctors also carry out tumor removal procedures which are then sent off biopsy to confirm whether the tumor or malignant are known. The field of oncology has three major areas: medical, surgical and radiation. And medical oncology, the treatment of cancer within the medicine including chemotherapy. Surgical oncology, the surgical aspects of cancer including biopsy and surgical resection of tumors. And radiology oncology, the treatment of cancer with therapeutic. അപ്പോൾ ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ ക്യാൻസർ എന്ന് പറയുന്ന ഡിസീസസിനുള്ള ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് എന്ന് പറയുന്നത് ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. ആ ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ഒരുപാട് ക്യാൻസർ ഡിറ്റക്ട് ചെയ്യാനുള്ള ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട്. നമ്മുടെ കീമോതെറാപ്പിയും റേഡിയോതെറാപ്പി ട്രീറ്റ്മെന്റ് ഒക്കെ നടത്തുന്നത് ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റിലാണ്. ക്യാൻസറിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റിന് ക്യാൻസർ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പോകുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് എന്ന് പറയുന്നത് ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വണ് ഒഫ്താമോളജി ഡിപ്പാർട്ട്മെന്റ്. ഒഫ്താമോളജി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ദിസ് ഡിപ്പാർട്ട്മെന്റ് ഡീൽസ് വിത്ത് ദ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ദ ട്രീറ്റ്മെന്റ് ഓഫ് ഐ പ്രോബ്ലംസ് ഓഫ് അഡൾട്ട് ആൻഡ് ചിൽഡ്രൻ ആൻഡ് their savers included general eye clinic appointment, laser treatment, optometry, orthopedics, ophthalmological imaging. ഒഫ്താമോളജി എന്ന് പറയുന്നത് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ഇൻവെസ്റ്റിഗേഷൻ ഡീൽ ചെയ്യുന്നത് അല്ലെങ്കിൽ ട്രീറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത് കണ്ണിന് എന്തെങ്കിലും പ്രോബ്ലംസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒരു പേഷ്യന്റ് അല്ലെങ്കിൽ ഒരാൾ പോയി ട്രീറ്റ് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് എന്ന് പറയുന്നത് ഒഫ്താമോളജി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. കാറ്ററാക്ട് ഇഷ്യൂ, ലേസർ ഇഷ്യൂ, അതേപോലെ തന്നെ ഒപ്തോമോളിക് ഇമേജിംഗ് ഇഷ്യൂ, അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ കണ്ണിന് ഉണ്ടാകുന്ന സമയത്ത് പോയി ട്രീറ്റ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റിനെയാണ് എന്ന് പറയുന്നത് ഒപ്തോമോളജി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഓർത്തോപെഡിക്സ്. ഓർത്തോപെഡിക്സ് എന്താണെന്നുള്ളത് നമ്മൾ നോക്കുന്നത്. ഓർത്തോപെഡിക്സ് എന്ന് പറഞ്ഞാൽ ദിസ് ഡിപ്പാർട്ട്മെന്റ് ഡീൽസ് വിത്ത് പ്രോബ്ലംസ് ദാറ്റ് അഫക്ട് ദ മസ്കുലർ-സ്കെലറ്റൽ സിസ്റ്റം ദാറ്റ് ഇൻക്ലൂഡ്സ് ട്രീറ്റിംഗ് ബോൺസ്, മസിൽ, ടെൻഡേഴ്സ്, ലിഗമെന്റ്സ്, joints and nerves. Services include bone settings, surgeries to repair damaged bones or ligaments or tendons, replacing bones like hip replacement, kneecap replacement and other outpatient services also included treating fractures and dislocated joints. അപ്പം ഓർത്തോപെഡിക്സ് എന്ന് പറയുന്നത് നമ്മുടെ മസ്കുലർ സ്കെലറ്റൽ സിസ്റ്റം, നമ്മുടെ എല്ലിന്റെ പൊട്ടൽ, നമ്മുടെ എല്ലിനൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ, സന്ധിവാതം, എല്ല് തേയ്മാനം, ഇങ്ങനെയൊക്കെ ഉള്ള അസുഖങ്ങളെ ട്രീറ്റ് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റിനെയാണ് എന്ന് പറയുന്നത് ഓർത്തോപെഡിക്സ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് പീഡിയാട്രിക്സ് ആൻഡ് നീഡോനാറ്റോളജി ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പോൾ ആ ഡിപ്പാർട്ട്മെന്റ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ദി ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജനറൽ പീഡിയാട്രിക്സ് പ്രൊവൈഡ്സ് കോംപ്രഹെൻസീവ് ഔട്ട്പുട്ട് ആൻഡ് ഇൻപേഷ്യന്റ് കെയർ for
for sick infants and children, and neonatology is a subspecialty of pediatrics that provides medical care to the newborn child, especially the ill or premature newborn infant, and it is a hospital-based specialty and is usually practiced in neonatal intensive care unit, and medical care is given to a babies who are premature and low birth weight and with the injured growth of retardation, birth defect, and pediatric surgery is the department that deals with all surgical conditions from birth to the age of 15 years. So pediatrics അല്ലെങ്കിൽ neonatology എന്ന് പറയുന്നത് ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. നമ്മുടെ അഡോളസന്റ് ഏജിലുള്ള പിള്ളേർക്ക് അല്ലെങ്കിൽ മക്കൾക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റിനെയാണ് എന്ന് പറയുന്നത് പീഡിയാട്രിക്സ് എന്ന് പറയുന്നത്. നിയോനാറ്റോളജി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞു ബേബി, നമ്മുടെ ചൈൽഡ് ബോൺ ബേർത്തുള്ള പിള്ളേരുടെ മഞ്ഞപ്പ്, അതേപോലെ തന്നെ അവരുടെ വെയിറ്റ് ലോസ്, അതൊരു പ്രീമച്യൂർ ബർത്ത്, നമ്മുടെ 3 മാസം 4 മാസം ആകുമ്പോഴത്തേക്കും ഡെലിവേർഡ് ആവുന്ന പിള്ളേർ, അവർക്ക് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ നടത്തുന്ന ഒരു ഡിപ്പാർട്ട്മെന്റിനെയാണ് നിയോനാറ്റോളജി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് സൈക്യാട്രി. Psychiatry is the branch of medicine that deals with diagnosis, treatment, and prevention of emotional, behavioral, or cognitive disturbance, and this department deals with investigating and treating patients with a wide range of mental illness and disorders, and services include providing psychosocial counseling, investigating, diagnosing, and treating psychiatric illness, and conducting IQ tests and re-addiction services. അപ്പോൾ സൈക്യാട്രി എന്ന് പറയുന്നത് ഒരു ബ്രാഞ്ച് ഓഫ് മെഡിസിൻ ആണ്. നമ്മുടെ മെന്റലി ഡിസോർഡേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക്, മെന്റലി ഇൽനെസ് ആയിട്ടുള്ള ആൾക്കാർക്ക്, ഫോൺ അഡിക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക്, അഡിക്റ്റഡ് മീൻസ് ഡ്രഗ്സിന് അഡിക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക്, അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ കൗൺസിലിംഗ് ചെയ്ത് അവർ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് എന്ന് പറയുന്നത് സൈക്യാട്രിക് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് പൾമനോളജി ആണ്. പൾമനോളജി എന്ന് പറയുന്നത് പൾമനോളജി ഈസ് എ മെഡിക്കൽ സ്പെഷ്യാലിറ്റി ഡീലിംഗ് വിത്ത് ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് ഡിസീസസ് ഓഫ് ലങ്സ് or respiratory system. It deals with common diseases like allergy, asthma, lungs cancer, etc. Pulmonology department എന്ന് പറയുന്നത് ഇവർ ഡയഗ്നോസിസ് ചെയ്യും, ട്രീറ്റ് ചെയ്യുകയും ചെയ്യുന്നത് നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, ലങ്സിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, അലർജി, ആസ്മ, ലങ്സ് ക്യാൻസർ, ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ട്രീറ്റ്മെന്റിന് പോകുന്ന ഒരു ഡിപ്പാർട്ട്മെന്റിനെയാണ് എന്ന് പറയുന്നത് പൾമനോളജി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ പ്ലാസ്റ്റിക് സർജറി ആണ്. പ്ലാസ്റ്റിക് സർജറി എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് എ സർജിക്കൽ സ്പെഷ്യലിസ്റ്റ് ഇൻ എ മെഡിസിൻ ദാറ്റ് ഫോക്കസ് ഓൺ ദ സർജിക്കൽ റിപ്പയർ ഓഫ് defects of from or function or any of the parts of human body, and this specialist is further classified into two speciality: reconstructive plastic surgery and cosmetic surgery. Reconstructive plastic surgery corrects structural and functional defects. Cosmetic surgery beyond mere form and function by enhancing even the appearance of the body without medical and surgical procedures. അപ്പം പ്ലാസ്റ്റിക് സർജറി എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിന് അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും റിപ്പയർ അല്ലെങ്കിൽ റീകൺസ്ട്രക്റ്റീവ് ആയിട്ട് എന്തെങ്കിലും നമ്മുടെ മൂക്കിനോ കണ്ണിനോ അല്ലെങ്കിൽ ചെടിക്കൊക്കെ എന്തെങ്കിലും വളവോ ചെടിവോ ഉണ്ടെങ്കിൽ അത് സർജറി ചെയ്ത് ഡിഫക്റ്റ് ചെയ്ത് നമ്മുടെ ആക്ടേഴ്സൊക്കെ അവരുടെ മൂക്കിന് സ്കിന്നിന് അങ്ങനെ പല കാര്യത്തിനും വേണ്ടി ഇവർ സർജറി ചെയ്യണം, നല്ലൊരു അപ്പിയറൻസ് കിട്ടാൻ വേണ്ടി. അപ്പം അങ്ങനെയുള്ള ട്രീറ്റ്മെന്റും കാര്യങ്ങൾക്കൊക്കെ പോകുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് സർജറി എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വന്ന് യൂറോളജി ആൻഡ് ആൻഡ്രോളജി ആണ്. യൂറോളജി ആൻഡ് ആൻഡ്രോളജി എന്ന് പറഞ്ഞാൽ ദ ബ്രാഞ്ച് ഓഫ് മെഡിസിൻ ദാറ്റ് ഫോക്കസ് ഓൺ സർജിക്കൽ ആൻഡ് മെഡിക്കൽ ഡിസീസസ് ഓഫ് ദ മെയിൽ ആൻഡ് ഫീമെയിൽ യൂറിനറി ട്രാക്ട് സിസ്റ്റം ആൻഡ് ദ മെയിൽ പ്രൊഡക്റ്റീവ് ഓർഗൻസ്. Organs under the domain of urology include kidney, adrenal glands, urinary bladder, male reproductive organ. Urology combines the management of medical conditions such as urinary tract infection with the management of surgical construction such as bladder or prostate cancer, kidney stones, congenital abnormality and thrombotic injury. അപ്പം യൂറോളജി ആൻഡ് ആൻഡ്രോളജി എന്ന് പറയുന്നത് ഒരു ബ്രാഞ്ച് ഓഫ് മെഡിക്കൽ അല്ലെങ്കിൽ സർജിക്കൽ ഡിസീസസ് ആണ്. അത് ഫീമെയിലും അതേപോലെ തന്നെ ഫീമെയിലാണ് ഏറ്റവും കൂടുതൽ അഫക്റ്റ് ആവുക. അപ്പം അവരുടെ
നമ്മുടെ ഇൻഫിൽട്രേഷൻ, ക്രിസ്റ്റലൈസേഷൻ, അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ ഉണ്ടാവും. അപ്പം അതിന് വേണ്ടിയുള്ള ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് എന്തെന്ന് പറയുന്നത് യൂറോളജി ആൻഡ് ആൻഡ്രോളജി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ചിട്ടുള്ള ഫങ്ഷൻസും ഇമ്പോർട്ടൻസും ഒക്കെയാണ്. അപ്പൊ നമുക്കറിയാം ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ഒരു ഹോസ്പിറ്റലിൽ ഒരു പേഷ്യന്റ് വന്ന് അവിടെ നിന്ന് തന്നെ മീൻസ് അഡ്മിറ്റഡ് ആവാതെ അവിടെ നിന്ന് തന്നെ എന്താ പറയുക മെഡിസിൻസും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു പോകുന്ന ഒരു ഡിപ്പാർട്ട്മെന്റിനെയാണ് എന്ത് പറയുന്നത് OPD ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത് അവരെ ഡയഗ്നോസിസ് ചെയ്യും. ഫസ്റ്റ് തന്നെ അവർ റൂട്ടിൽ തന്നെ ഡയഗ്നോസിസ് ചെയ്യും, പ്രിവെന്റ് ചെയ്യും. അതേപോലെ തന്നെ ട്രീറ്റ്മെന്റ് കൊടുക്കും, ആംബുലൻസ് സർവീസസ് കൊടുക്കും, അഡ്മിഷൻ ഓഫ് ഹോസ്പിറ്റൽ കൊടുക്കും, പിന്നെ എന്താണ് ഹെൽത്ത് ബൈ ഹെൽത്ത് എഡ്യൂക്കേഷൻസ് കൊടുക്കും, ഹെൽത്ത് കെയർ കൊടുക്കും, അങ്ങനെയുള്ള ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കും. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നടക്കുന്നത് ഒരു OPD ഡിപ്പാർട്ട്മെന്റിലാണ്. OPD ഡിപ്പാർട്ട്മെന്റിന്റെ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് ഒരു പേഷ്യന്റ് ഒരു OPD ഡിപ്പാർട്ട്മെന്റിൽ പോകുന്ന സമയത്ത് അവരുടെ എന്താ അവരുടെ നമ്പർ, ഡീറ്റെയിൽസ്, അഡ്രസ്സ് ഇങ്ങനെ കാര്യങ്ങളൊക്കെ രജിസ്ട്രേഷൻ ചെയ്യും. പിന്നെ അതേപോലെ തന്നെ അപ്പോയിൻമെന്റ്, ഏത് ഡോക്ടറിനെയാണോ അവർക്ക് വേണ്ടത് അതനുസരിച്ചുള്ള അപ്പോയിൻമെന്റും കാര്യങ്ങളും കൊടുക്കും. പിന്നെ ഡോക്ടർ എന്താണ് റെഫർ ചെയ്തത് അതനുസരിച്ചിട്ടുള്ള അപ്പോയിൻമെന്റും കാര്യങ്ങളും കൊടുക്കും. പിന്നെ ടോക്കൺ നമ്പർ കൊടുക്കും. പിന്നെ ഡോക്ടറിനെ വിസിറ്റ് ചെയ്യാൻ പോകാൻ വേണ്ടിയിട്ട് അവർ എവിടെയാണ് ഏത് എൻട്രി കണ്ടീഷനാണ് നിൽക്കേണ്ടതെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. പിന്നെ അവരുടെ ഫിസിക്കൽ കണ്ടീഷൻ അനുസരിച്ചിട്ടായിരിക്കും. പിന്നെ എന്താണ് ഇൻവെസ്റ്റിഗേഷൻ പെയിൻ അലോക്കേഷൻ കൊടുക്കും. ഇൻവെസ്റ്റിഗേഷൻ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാൻ പോണ റൂം അവർക്ക് പറഞ്ഞു കൊടുക്കും. പിന്നെ OPD പേയ്മെന്റ് മീൻസ് അവര് കൺസൾട്ട് ചെയ്തതിന്റെ ചാർജ് അവരുടെ വാങ്ങിക്കും. പിന്നെ അതിന് പ്രിന്റ് പ്രിസ്ക്രിപ്ഷനും കൊടുക്കും. ഇതാണ് ഒരു OPDയുടെ പ്രോസസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നെക്സ്റ്റ് എന്ന് പറയുന്നത് പ്രൊഫഷണൽസ് ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ്. നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിൽ എത്ര പ്രൊഫഷണൽസും കാര്യങ്ങളും ഉണ്ടെന്നുമാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, there are many people work together to provide successful treatment in an hospital, from medical assessment and daily treatment to medications and category. Professionals in hospital industry included doctors, nurse, hospital administrator, allied health professionals, and administrative and supportive professionals. Doctors and nurses are the primary professionals in the medical industry. Laboratory technicians in the medical laboratory, radiology technician in radiology department, and pharmacists in a pharmacy, and physiotherapists in a physiotherapy department. Dietitians from the team of allied health professionals in the medical industry. അപ്പം ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിൽ പ്രൊഫഷണൽസിനെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. അപ്പം നമുക്കറിയാം ഒരു ഹോസ്പിറ്റലിൽ ഒരുപാട് ആൾക്കാർ ഒരുമിച്ച് കൂടി ഒരു കോമൺ ഗോളിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് എന്ന് പറയുന്നത് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ആ ഒരു ഹോസ്പിറ്റലിൽ പല ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടാവും, പല പ്രൊഫഷണൽസ് ഉണ്ടാവും, നേഴ്സ് ഉണ്ടാവും, ഡോക്ടർ ഉണ്ടാവും, ഫാർമസിസ്റ്റ് ഉണ്ടാവും, ഫിസിയോതെറാപ്പിസ്റ്റ് ഉണ്ടാവും, ഡയറ്റീഷ്യൻസ് ഉണ്ടാവും. അങ്ങനെ ഒരുപാട് ആൾക്കാർ ഒത്തുകൂടുന്ന ഒരു പ്ലേസ് ആണെന്ന് പറയുന്നത് ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. അപ്പം ഇത്രയും പ്രൊഫഷണൽസ് ആണ് ഉള്ളത്. അപ്പം ഇതിനകത്ത് ആദ്യത്തെ പ്രൊഫഷണൽ എന്ന് പറയുന്നത് നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആണ്. അപ്പം ആ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്താണ്, അവരുടെ റെസ്പോൺസിബിലിറ്റി എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആർ റെസ്പോൺസിബിൾ ഫോർ ഓർഗനൈസിംഗ് ആൻഡ് ഓവർസീയിങ് ദ ഹെൽത്ത് സർവീസസ് ആൻഡ് ഡെയിലി ആക്ടിവിറ്റീസ് ഓഫ് എ ഹോസ്പിറ്റൽ ഓർ ഹെൽത്ത് കെയർ ഫെസിലിറ്റി. They manage staff and budget and communicate between departments and ensure a adequate patient care amongst the duties. അപ്പം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത് ഒരു ഹോസ്പിറ്റലിന്റെ മുഴുവൻ കാര്യങ്ങളും ഓർഗനൈസ് ചെയ്യുകയും മോണിറ്റർ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആണ്. ആ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആണ് നമ്മുടെ സ്റ്റാഫ്സിനെ മാനേജ് ചെയ്യുകയും അതേപോലെ തന്നെ അവർ ഒരു ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻസും കാര്യങ്ങളൊക്കെ നടത്തുന്നത് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററുടെ റെസ്പോൺസിബിലിറ്റീസ് എന്താണെന്നുള്ളതാണ്. ഓക്കെ, ഹെൽത്ത് administrative responsibility may be very depending on the type of organization where they are employed. However, they are typically responsible for functions identical to that president of any corporation, submitting of board approval of a plan for organizing and recommending
functions of the hospital, maintaining all the physical properties in a safe operation condition, representing the hospital in its relationship with the community and other health agents, serving as liaison between board and its committees and medical staff, assessing the medical staff with its organizational administrative responsibility. അപ്പോൾ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്നത് അവിടുത്തെ ഹോസ്പിറ്റലിലെ എല്ലാ കാര്യങ്ങളും നല്ല രീതിക്ക് മാനേജ് ചെയ്യുക, സ്റ്റാഫ്സിനെ നല്ല രീതിക്ക് ഡയറക്റ്റ് ചെയ്ത് സെലക്ട് ചെയ്ത് മാനേജ് ചെയ്ത് കൊണ്ടു നടക്കുന്ന ഒരു ഉത്തരവാദിത്വം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ ആണ്. അതേപോലെ തന്നെ ഫിനാൻഷ്യൽ ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ ഓർഡറായിട്ട് ഡിസ്കസ് ചെയ്ത് അതിലൊരു പൂർണ്ണത ഉണ്ടാക്കുന്ന ഒരു ഉത്തരവാദിത്വം ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററുടെ ആണ്. പബ്ലിക് ആയിട്ട് ഒരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യേണ്ടതും ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അതേപോലെ തന്നെ മാർക്കറ്റിംഗ് കാര്യങ്ങൾ അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്നതും ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഉത്തരവാദിത്തമാണ്. അതേപോലെ തന്നെ ആള് ഭയങ്കര സിൻസിയർ ആയിരിക്കണം. പിന്നെ നമ്മുടെ കമ്മിറ്റി ബോർഡ്, മെഡിക്കൽ സ്റ്റാഫ് ഇവരെയൊക്കെ ഹാൻഡിൽ ചെയ്യേണ്ട ഉത്തരവാദിത്വം ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെയാണ്. പിന്നെ ഓരോ ഹോസ്പിറ്റൽ അനുസരിച്ചിരിക്കും അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റിലെ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു ദ ഹോസ്പിറ്റൽ ആയിരിക്കും അവരുടെ റെസ്പോൺസിബിലിറ്റീസും അവരുടെ ഉത്തരവാദിത്വവും. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡോക്ടറാണ്. ഡോക്ടർ എന്ന് പറയുന്നത് ഡോക്ടർ is also known as a physician and licensed healthcare professionals who maintain and restore human health through a practice of medicine and examine patients, review their medical history, diagnose ill or injuries or administrative treatment and counsel patients to their health and well-being. The primary duty of a doctor is applied to the medical knowledge and skills of a proper diagnosis and prevention management of disease. The educational qualifications required to become a doctor are generally graduate degree in BBS or post-graduation degree in MD or MS. A nurse after completing their professional course also should be obtained. A doctor after completing their professional course should be obtained a registered certificate after completing the request formalities of IMC. IMC എന്ന് പറയുന്നത് ഇന്ത്യൻ മെഡിക്കൽ കൗൺസിലിംഗ് ആണ്. അപ്പോൾ ഡോക്ടർ എന്ന് പറയുന്ന ഡോക്ടറിനെ നമ്മൾ ഫിസിഷ്യൻസ് എന്ന് പറയും. ഇവരെന്ന് പറയുന്നത് മെഡിക്കൽ മീൻസ് ഹ്യൂമൻ റീസ്റ്റോറേഷന് വേണ്ടി ഹ്യൂമൻ ഇൽനെസ് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് മെഡിക്കൽ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരെയാണ് എന്ന് പറയുന്നത് ഡോക്ടർ എന്ന് പറയുന്നത്. ഇവരെന്ത് ചെയ്യും? പേഷ്യൻസിനെ റിവ്യൂ ചെയ്യും, അവരുടെ ഹിസ്റ്ററീസ് നോക്കും, അവരുടെ എന്താണ് അവരുടെ ഇൽനെസ് നോക്കും, അവരുടെ ഇഞ്ചുറീസ് എന്താണെന്ന് നോക്കും. അതേപോലെ തന്നെ പേഷ്യൻസിനെ കൗൺസിലിംഗ് ചെയ്യും, ഇമോഷണൽ സപ്പോർട്ട് വേണ്ട പേഷ്യൻസിനെ സപ്പോർട്ട് ചെയ്യും. പിന്നെ അതേപോലെ തന്നെ പ്രൈമറി ഡ്യൂട്ടി എന്ന് പറയുന്നത് ഒരു ഡിസീസസ് ആയിട്ട് ഒരു പേഷ്യന്റ് വരുന്ന സമയത്ത് അത് എത്രയും പെട്ടെന്ന് പ്രിവെന്റ് ചെയ്ത് ആ ഒരു പേഷ്യന്റ് ക്യൂർ ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. അവരുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ MBBS എന്ന് പറയുന്നത് ഗ്രാജുവേഷൻ ആണ്. MBBS എന്ന് പറയുന്നത് ബാച്ചിലർ ഓഫ് മെഡിസിൻ ആൻഡ് ബാച്ചിലർ ഓഫ് സയൻസ് ആണ്. പിന്നെ എന്ന് പറയുന്നത് പോസ്റ്റ് ഗ്രാജുവേഷൻ ആണ്. പോസ്റ്റ് ഗ്രാജുവേഷൻ എന്ന് പറയുന്നത് MD ആൻഡ് MS. MD എന്ന് പറഞ്ഞാൽ ഡോക്ടർ ഓഫ് മെഡിസിൻ, MS എന്ന് പറയുന്നത് മാസ്റ്റർ ഓഫ് സർജറി എന്നാണ് പറയുന്നത്. MBBS കഴിഞ്ഞ് MDയിലോ MSലോ ഏതെങ്കിലും ഒരു ഓർത്തോപെഡിക്സോ അല്ലെങ്കിൽ ഗൈനോ അങ്ങനെ ഏതെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി എടുത്ത് കഴിഞ്ഞാൽ മാത്രം അതാത് സ്പെഷ്യാലിറ്റിയിൽ ആ ഒരു ഡോക്ടറിന് വർക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഒരു ഹോസ്പിറ്റലിൽ ഈ പ്രൊഫഷണലിൽ വർക്ക് ചെയ്യണമെങ്കിൽ ആൾക്ക് രജിസ്റ്റേർഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് വേണം. ആ സർട്ടിഫിക്കറ്റിന്റെ പേരാണ് IMNC. IMNC എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ എന്നാണ് അതിന്റെ. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു ഡോക്ടറിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. Hospital doctors are treat those who have been admitted or referred to the hospital, and specific responsibility were greatly depending on the area of specialism, but can include the following: undertaking the patient consultations and physical examination, organizing the workloads, performing surgical procedures, providing general and pre- and post-operation care, assessing and planning the treatment requirement, liaising daily with staff including other doctors, non-medical management staff and healthcare professionals, writing reports and maintaining records, promoting health education, leading a medical team, keep GPs information about the care of their patient, teaching the supervision and training doctors. അപ്പം responsibilities എന്ന് പറയുന്നത്
പേഷ്യൻസിനെ നല്ല രീതിക്ക് കൺസൾട്ട് ചെയ്ത് അവരുടെ ഫിസിക്കൽ എക്സാമിനേഷൻസും കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് ഹാൻഡിൽ ചെയ്യണം. അതേപോലെ തന്നെ വർക്ക് ലോഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഓർഗനൈസ് ചെയ്യണം. സർജിക്കൽ പ്രൊസീജിയേഴ്സ് ഉണ്ടെങ്കിൽ അത് പെർഫോം ചെയ്യണം. അതേപോലെ തന്നെ പ്രൊവൈഡ് ചെയ്യണം. പ്രീ ആൻഡ് പോസ്റ്റ് ഓപ്പറേഷൻ കെയർ ഒരു പേഷ്യന്റിന് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഉത്തരവാദിത്വം ഒരു ഡോക്ടറിന്റെയാണ്. അതേപോലെ തന്നെ ട്രീറ്റ്മെന്റിന്റെ കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് അസസ് ചെയ്യുകയും പ്ലാൻ ചെയ്യുകയും ചെയ്യുന്നത് ഒരു ഡോക്ടറിന്റെ ഉത്തരവാദിത്വമാണ്. പിന്നെ അതേപോലെ തന്നെ മറ്റുള്ള നോൺ മെഡിക്കൽ സ്റ്റാഫിൻ്റെ അടുത്തും അതേപോലെ തന്നെ ഡോക്ടേഴ്സിൻ്റെ അടുത്തും നല്ലൊരു സ്മൂത്ത് ടോക്ക് ഡെയിലി ഡോക്ടർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. പിന്നെ അതേപോലെ തന്നെ റെക്കോർഡ്സ് ഒക്കെ നല്ല രീതിക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെ ഒരു ഹെൽത്ത് എഡ്യൂക്കേഷൻ ഒരു പേഷ്യന്റിന് കൊടുക്കണം. കാരണം സർജറി കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് എന്തിലേക്കാണ് വ്യക്തി കടന്നു പോകുന്നതെന്നുള്ളത് ഒരു ഹെൽത്ത് എഡ്യൂക്കേഷൻ ആ ഡോക്ടർ പറയണം. പിന്നെ അതേപോലെ തന്നെ മെഡിക്കൽ ടീമിനെ ലീഡ് ചെയ്യാനുള്ള ഒരു ഉത്തരവാദിത്വം ഒരു ഡോക്ടറിൻ്റെയാണ്. പിന്നെ അതേപോലെ തന്നെ പേഷ്യന്റിന് എത്രമാത്രം ക്വാളിറ്റി ഓഫ് കെയർ ഒരു ഡോക്ടറിന് കൊടുക്കാൻ പറ്റും അത്രമാത്രം ക്വാളിറ്റി ഓഫ് കെയർ ഡോക്ടർ കൊടുക്കണം. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ടീച്ചിങ് ആൻഡ് സൂപ്പർവൈസിങ് ട്രെയിനിങ് ഡോക്ടർ. ട്രെയിനിങ് ആയിട്ടുള്ള ഡോക്ടറിനെ ടീച്ച് ചെയ്യുകയും സൂപ്പർവൈസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു ഉത്തരവാദിത്വം ഒരു ഡോക്ടറിൻ്റെയാണ്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് നേഴ്സാണ്. നേഴ്സ് എന്ന് പറയുന്നത് നേഴ്സ് ഓർ RN registered nurses provide physical and emotional support to the people who are ill, disabled and injury or recovering from surgery. The educational qualification required to become a nurse are generally diploma in nursing called GNM, ANM എന്ന് പറയുന്നത് auxiliary nursing and midwifery and BSc nursing. A nurse completed their professional course should be obtained a registration certificate after completing the request formalities from INC എന്ന് പറയുന്നത് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലാണ്. നേഴ്സ് എന്ന് പറയുന്നത് ഒരു RN ആണ്, രജിസ്റ്റേർഡ് നേഴ്സ് ആണ്. ആ വ്യക്തി എന്ന് പറയുന്നത് ഫിസിക്കലിയും ഇമോഷണലിയും എല്ലാ കാര്യങ്ങളും സപ്പോർട്ട് ചെയ്യും. സർജിക്കൽ കാര്യങ്ങൾക്കൊക്കെ ഡോക്ടേഴ്സിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഉത്തരവാദിത്വം ഒരു നഴ്സിൻ്റെയാണ്. അതേപോലെ തന്നെ ഒരു പേഷ്യന്റ് ഇമോഷണലി വീക്ക് ആണെങ്കിൽ അവർ ബൂസ്റ്റപ്പ് ചെയ്യുന്ന ഒരു ഉത്തരവാദിത്വം ഒരു നഴ്സിൻ്റെയാണ്. ഇവരുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡിപ്ലോമ ഇൻ നഴ്സിംഗ് ആണ്. അത് 3 years ആണ്. അത് GNM എന്നാണ് പറയുന്നത്. GNMന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറിംഗ് ആണ്. ANM എന്ന് പറയുന്നത് ഓക്സിലറി നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി ആൻഡ് BSc നഴ്സിംഗ് ആണ്. ഒരു നഴ്സ് ആഫ്റ്റർ കംപ്ലീഷൻ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യണമെങ്കിൽ ഒരു രജിസ്റ്റേർഡ് സർട്ടിഫിക്കറ്റ് വേണം. ആ രജിസ്റ്റേർഡ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് INC ആണ്. INC എന്ന് പറയുന്നത് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിംഗ് ആണ്. ഓക്കെ, അപ്പം നമ്മുടെ അടുത്ത ക്ലാസ്സിൽ അതിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് എന്താണെന്നുള്ളത് കൂടി പഠിക്കും. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിപ്പാർട്ട്മെന്റ്സിന്റെ റെസ്റ്റ് ഓഫ് ദ പോർഷനും അതേപോലെ തന്നെ OPDയുടെ ഫങ്ഷൻസും പിന്നെ പ്രൊഫഷണൽസ് ഓഫ് ഹോസ്പിറ്റൽസിന്റെ ഇൻട്രോ ആണ് പറഞ്ഞത്. ഇൻട്രോയിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ റെസ്പോൺസിബിലിറ്റീസും ഡോക്ടേഴ്സിന്റെ റെസ്പോൺസിബിലിറ്റീസും പിന്നെ നഴ്സിന്റെ ഇൻട്രോ ആണ് നമ്മൾ പറഞ്ഞത്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ബാക്കിയുള്ള പ്രൊഫഷണൽസിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യും. എനിവേ ഹാവ് എ നൈസ് ഡേ.